അതിൽ വന്ന അതിഥികളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ചില ശബ്ദങ്ങൾ കേൾക്കാനിടയായി. കർണാടക മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തതുകൊണ്ട് 100ാം വാർഷിക സമ്മേളനം ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നോ മറ്റോ കേട്ടു. അങ്ങനെയില്ല. 100ാം വാർഷിക സമ്മേളനം 100 വർഷം പൂർത്തിയാകുന്ന അടുത്ത വർഷം തീർച്ചയായും പ്രഖ്യാപിച്ച സമ്മേളനം ഇൻഷാ അല്ലാഹ് നടന്നിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് പരിശുദ്ധമായ നാക്കുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 100 വർഷം പൂർത്തിയാകുന്ന സമയത്ത് അതിന്റെ കൃത്യമായ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമ്മേളിച്ചതുപോലെ കേരളത്തിനകത്തും പുറത്തുമുള്ള സമസ്തയുടെ അനുഭാവികളും പ്രവർത്തകരും അതിനായി സംഗമിക്കും. അതിനു മുമ്പേ തന്നെ അത് നടത്താൻ സാധിച്ചില്ല എന്നൊരു ശബ്ദം കേട്ടത് അതൊരു അനവസരത്തിൽ കേട്ടതുപോലെ തോന്നി. സമയമായിട്ടില്ല, തിരക്ക് വേണ്ട എന്ന് പറയാൻ ആഗ്രഹിക്കുക. 2026 ഇൻഷാ അല്ലാഹ് ആ സമ്മേളനം നടക്കുന്നതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സമ്മേളനത്തിൽ മുശാവറ യോഗത്തിൽ അതിന്റെ തീരുമാനമുണ്ടായത് ബഹുമാന്യരായ സമസ്ത മുശാവറയിലെ കരുത്തുറ്റ അംഗം എ വി ഉസ്താദിലൂടെ നിങ്ങളത് ബോധ്യപ്പെടുത്തും എന്ന് ഞാൻ മനസ്സിലാക്കും. ബഹുമാനിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണെന്ന ചിന്താഗതി സമസ്തയ്ക്കോ അതിന്റെ അനുയായികൾക്കോ ഇല്ല എന്നത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാദാപുരത്തിന്റെ മണ്ണിൽ വെച്ച് ഒരു ദീനി പ്രവർത്തനം നടത്തുമ്പോ പഴയകാലം മുതൽ ഇവിടെ ആ മഹത്തായ ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു ഏർപ്പാട് നടത്താൻ നേതൃത്വം നൽകിയ മഹാനുഭാവന്മാരെ സ്മരിക്കാതെ നമ്മളതിന് മുതിരാറില്ല എന്ന വസ്തുത എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിന്റെ പ്രകാശഗോപുരമായിരുന്ന സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന നമ്മളെ ഒരു ഇതര സംഘടനയുടെ ഒരു ദീനി സംഘടനയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചവരും ഈ നാദാപുരത്തിന്റെ ഈ പ്രവിശാലമായ മണ്ണിൽ ദീനിന്റെ ഫൈനൽ വാക്കായിട്ട് നമ്മൾ കണ്ട ആള് നമ്മൾ എല്ലാവരും കാണുന്ന, നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരും കാണുന്ന, എന്നാൽ ഏതെങ്കിലും ചില മസ്അലകളിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് ആരുടെയും ബഹുമാനം പിടിച്ചു താഴ്ത്തുകയോ ആരെങ്കിലും ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുന്ന സംസ്കാരമല്ല നമ്മൾ ജനങ്ങൾക്കോ നമ്മുടെ പ്രവർത്തകർക്കോ പഠിപ്പിക്കേണ്ടത്. എന്നെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട SKSSന്റെ പ്രവർത്തകരോട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പുണ്യാളന്മാരാവുകയൊന്നുമല്ല. അനാവശ്യമായി ഒരു നേതാവിന്റെ പേരിലും ഒരു സയ്യിദിന്റെ പേരിലും നമ്മൾ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കുകയോ ബഹുമാനം കുറക്കുന്ന വർത്തമാനം പറയുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും പുണ്യാളന്മാരാണ്, ആരിലും അങ്ങനെ വരാറില്ല എന്ന് ആണയിട്ട് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. എന്നാലും പരമാവധി ശ്രദ്ധിക്കണം. നാദാപുരത്ത് ബഹുമാനപ്പെട്ട ഓറവറുകളെ, ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കാതെയും ആദരിക്കാതെയും ഒരു ദീനി പ്രവർത്തനം ചെയ്യുന്ന ഒരു സമൂഹമല്ല സമസ്തയുടെ ആളുകൾ. മസ്അലാപരമായി 2 ധ്രുവത്തിൽ നിൽക്കുന്ന അതൊരു മസ്അലയിലാണ്, ഇത്തിഖാദിലല്ല, അവിടുത്തെ അഖീദയിലല്ല, നമ്മുടെ അഖീദയിലുമല്ല. അവിടുന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവിടുന്ന് അംഗീകരിച്ച് അവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മസ്അലയിൽ വേറെയും ആളുകളുടെ മഹാന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പക്ഷേ അപ്പുറം ഇപ്പുറം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരാളുടെ ബഹുമാനത്തിനോ ആ മഹാന്മാരായ ആളുകളുടെ പാണ്ഡിത്യത്തിനോ പദവിക്കോ അവരുടെ മർത്തബയ്ക്കോ ഒരു പോറൽ പോലും കാണാൻ നമുക്ക് സാധ്യമല്ല. അത് കാണാൻ സമസ്ത പഠിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. മഹാനവറുകളുടെ ആണ്ട് പരിപാടികളിലൊക്കെ നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ടതുമാണ്. പക്ഷെ അവിടെ ഉള്ള ആളുകളെയൊക്കെ ഒന്ന് മാനിച്ച് സംസാരിക്കാൻ അതിന്റെ ആളുകളും നേതാക്കന്മാരും ശ്രദ്ധിക്കുമെന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ആരെയും പേരെടുത്ത് ഉദ്ധരിക്കുകയില്ല, വിമർശിക്കുകയല്ല. കാര്യമായ വിമർശനത്തിനല്ല നമ്മുടെ ഈ മഹത്തായ സ്റ്റേജ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്.